ഇതാരാ വരുന്ന് കേറുന്ന ചേച്ചി രണ്ടാളും ഇന്നലെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാനും വരുന്നേന്ന് ഞാൻ രണ്ടാളും കൂടെ എത്രയായി കാണാതെ ഞങ്ങളെ എന്നിട്ടാണ് വന്നത്. ആങ്ങളെ വീടിയെ പോയിട്ടുണ്ട്. അതെയാ വിളിച്ചിട്ട് എങ്ങനാ നമ്മളെ വിളിച്ചിനെ അന്നെ വിളിച്ചിട്ടൊന്നുമില്ല. അതെ അല്ലേ അന്നെ വിളിച്ചിട്ട് ചേച്ചി ഞാൻ പണിക്ക് പോയി. പണിക്ക് പോയെടുക്കുന്ന പിന്നെ വരുമ്പോ അന്ന് ആരും എന്നോട് പെരിയക്കെന്ന് പറഞ്ഞത് ഇങ്ങനെ പിന്നെ രാജാട്ടൻ വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞു രാജാട്ടൻ വരാൻ വന്നിട്ടുണ്ട്. അപ്പാട് ഞാൻ ഓടിയിട്ട് എത്തി. അപ്പൊ നിങ്ങൾ ഇന്നലെ വിളിച്ചിനി വരുന്നത് എന്നോട് എന്താ പറയാന്ന് വെച്ചാൽ ചേച്ചി പിന്നെ പണിയെല്ലാം ഇല്ലാണ്ട് ആ വരുന്നു പോയി. അതുകൊണ്ടാണ് എന്നോട് പറയാം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് അതുകൊണ്ടാണെന്നും വിട്ടെ ഞാൻ പറയാം. ആ തന്നെ നിന്ന് എന്തെങ്കിലും കൊടുത്തിട്ട് കടം വീടിക്ക് വന്നാൽ മതി എന്ന് പറയും. നമ്മളോട് നല്ല സന്തോഷത്തോടെ പറഞ്ഞു നാളെ വരുന്നത് അത് വരുന്നെന്നെല്ലാം പറഞ്ഞു. എന്നിട്ടാണ് പറഞ്ഞത്. ഞാൻ ഇവിടെ അപ്പാട് ഞാൻ ഇവിടെ വിളിച്ചറിയാം നമ്മുടെ അടുത്തോട്ടല്ലേ ഒരു ബസ്സിന് വരാലെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇവളോട് എന്നോട് രാവിലെ വരണം ഞാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. വന്നിട്ട് കണ്ടിട്ട് അപ്പൊ നമ്മള് വരുമ്പോ അവിടെ പോയി എന്നാല് വീഡിയോയില് പോന്നു നനച്ചു പോയിനി. നമ്മള് വരുന്ന അറിയില്ല അതിലെ കൂടിയാ വന്നിനി കണ്ടിട്ടില്ല. കണ്ടിട്ടില്ലല്ലോ. പിന്നെ മുട്ടക്കാട്ടും ബസ്സിന് പോയാ വരുന്നു പറഞ്ഞു. നമ്മള് വരുന്ന അറിയില്ലേ കാണാനൂറിനെയാണ് എന്നിട്ടാണ് അതെ 2-3 കൊല്ലായില്ലേ. അപ്പൊ കണ്ടിട്ട് പോവാന്ന് വെച്ചിട്ടാണ് വന്നത്. ഇവിടെ കാണാലോന്നെല്ലാം വിചാരിച്ചിട്ട്. അതെ ഞാൻ ചായ വെക്കട്ടെ. എന്നാ ചായ വെക്കുന്നു. ചായ നാളെ കുറ്റപാടാ വരുന്നു. ഇപ്പൊ മഴയല്ലേ ഇങ്ങോട്ട് മഴയില്ലേ മഴയുണ്ട്. റോഡിലെ കൂടെയെല്ലാം വെള്ളം പോകുന്നതാണ്. നല്ല പറമ്പും വെള്ളം പോലെ വലിയ മഴയിൽ ഇന്നലെ പെയ്തു. നല്ല മഴയാണ് നമ്മളങ്ങോട്ട്. എന്നാ ആ കണക്ക് ഇങ്ങോട്ട് മഴ കുറവാണ് കേട്ടാ. നീ എന്ത് പണിക്കാ പോന്നേ? ഞാൻ തേപ്പിന്റെ പണിക്ക് പോലുണ്ട്. അതെയാ ഈ മഴയത്തെല്ലാം തേപ്പിന്റെ പണിക്ക് പോയാല് മഴ ഉള്ളിലാന്ന് അതുകൊണ്ട് കുഴപ്പമില്ല. കുറഞ്ഞിട്ടെല്ലാം കഴിഞ്ഞു. അതെല്ലേ ഇനിയിപ്പോ കുറച്ച് ദിവസം പോവാൻ കഴിയാ. പണിയില്ലാണ്ട് വന്നിട്ട് ഞാൻ പണിക്ക് പോകണ്ടെന്ന കടം വീടണ്ടേ. രണ്ടാളും കൂടി ഇരുന്നാ വേണ്ടേ. എന്നപ്പൊ 3 കൊല്ലായില്ലേ പോയിട്ട് ഓൻ എന്നെ നീ കുറ്റം പറയുന്നത് കടം വീടാനെന്നാണ് കുറേ അയക്കുന്നില്ല. ചെലവിന് വേണ്ട. രണ്ടാളും പണിയെടുക്കുമ്പോ ചെലവിന് അത്ര പോലെ ഒരാളത് എടുക്കുക ഒരാളത് കടം വീടുക. അല്ലാണ്ട് ആവുമായിപ്പോ ഇന്നത്തെ കാലത്ത് 10 റുപ്യ 20 റുപ്യ കടം വീടേണ്ടത്. പിള്ളേരൊന്നും വലിയതൊന്നും ആയില്ലല്ലോ ചെറുതത്രല്ലേ. അങ്ങനെ നോക്കിയാലേ കാര്യം മാത്രം മതിയാ. ഓൻ അയക്കുന്നില്ലേ മാസത്തില്? അയക്കുന്നുണ്ട്. എപ്പോ നമ്മളോട് കുറ്റം തന്നെ പറയും. ഇനി ഒരുപാട് കടമുണ്ടാകേ. കടലുണ്ട്. 3-5 ലക്ഷം കടമുണ്ട്. പോയപാട് ഒരു ചെറിയ ഒരു കമ്പനിക്ക് നല്ല കുറച്ച് ഒരു 10 റുപ്യ ശമ്പളം കിട്ടുമ്പോഴത്തേക്ക് അതിനും വലിയ വീട് കൊടുക്കും. അതേ പണിയും പോയി. വീട് വേണ്ടേ? എവിടെയാ പട്ടിണി ആയാലും ചോരാണ്ട് കിടക്കാൻ തിന്നിട്ടില്ലെങ്കിൽ വീട് തരുന്നിവിടെ. വീടില്ലാഞ്ഞ എവിടെയാ കിടക്കുക? അത് വേണ്ടേ നമുക്ക്? വീട് വേണ്ടെന്നല്ല പറയുന്നത്. ഇപ്പൊ വീട് ആയി. ഇപ്പൊ കടക്ക് ആരോ ഇപ്പം വീടാൻ പറയേണ്ടത്. കടായാലും സാറില്ല വീടായില്ലേ. കടയിൽ നീ എങ്ങനെയെങ്കിലും വീടാ. അത് രണ്ടാളും വെച്ചിട്ട് എങ്ങനെയെങ്കിലും വീടുക. അത് സമാധാനായില്ലേ. വാ നമുക്ക് ഏട്ടൻ കൊണ്ടുവന്ന് സാധനം നോക്കാലോ. അത്ര കാലമായി ഏട്ടൻ കൊണ്ടുവന്ന വെട്ടി നിൽക്കുന്നത് നോക്കാം. സാധനം കൊണ്ടുവന്നിട്ടില്ല. ഒന്നും വരുമ്പോ കൊണ്ടുവന്നിട്ടില്ലേനോ? കൊണ്ടുവന്നിട്ട് ഈ കപ്പലില് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞേ. അങ്ങനെ പറഞ്ഞേ. എടുക്കാൻ കഴിയാതോണ്ടായിരിക്കും. ഓനെ കണ്ടതുമില്ല. അതിന് കുറച്ചും കൂടി നോക്കാം. നമുക്ക് കുറച്ചും കൂടി ഇരിക്കാം. എന്നിട്ട് നമുക്ക് നോക്കാം. അല്ല കൊണ്ടേ ഈ കപ്പലെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ടും വരുമായിരിക്കൂല്ലേ? നമുക്കറിയാണേ കപ്പലെന്നാന്ന്. ഇങ്ങോട്ടെല്ലാം വരുമായിരിക്കും കപ്പല്. അതെയാ എന്നാ കാണുകയും ചെയ്യാലോ. കാണാനോ. എന്നാ 2 ദിവസം കഴിഞ്ഞിട്ട് പോകാനൊന്നും പറ്റൂല. വേഗം തന്നെ പോട്ടെ. ഇന്നെ പോവാൻ നമുക്ക്. അല്ല ഏതായാലും കപ്പല് നോക്കാം. വരുന്നുണ്ടോ നോക്കാം. കപ്പല് നമ്മളെ വിളിക്കൂലേ? വിളിച്ചിട്ട് തരാനാ. വിളിക്കാണ്ട് കപ്പലിലാണെങ്കിൽ വലിയ ആയിട്ടായിരിക്കും. ആകട്ടായിരിക്കും. ഏതായാലും വിളിക്കാണ്ടിക്കൂലപ്പാ. നമ്മളെ കാണാൻ പറഞ്ഞില്ലേ നമ്മളിപ്പോ കണ്ടിരിക്കാന്നല്ലേ ഉള്ളൂ. എന്തായാലും ആങ്ങളെ തരാണ്ടിക്കൂലപ്പാ. പിന്നെന്നാ ഓളും തരാണ്ടിക്കൂലപ്പാ. അല്ല എന്നാ കടമൊന്നല്ല. എന്നാ കുറ്റിട്ട് വരുമ്പോ എല്ലാ സാധനം കൊടുത്തിട്ടായിരിക്കും വരുന്നുണ്ടാവും. അതായിരിക്കും.
ഈ കപ്പലെന്നെല്ലാം പറഞ്ഞത് മറ്റേത് അല്ല മറ്റേ കാറ് ടാക്സി മറ്റേതെന്നെല്ലാം പറഞ്ഞേട്ടാ. ഈ കപ്പല് നമുക്കറിയാലോ സംഭവം എന്നാണ്. ശരിയായിരിക്കും കാണുകയും ചെയ്യാലോ നമുക്ക്. കാണുകയും ചെയ്യാലോ. ഇങ്ങോട്ട് വരുമ്പോ ഈ റോഡിൽ വരുമായിരിക്കില്ലേ? വെളിപ്പാരിക്ക് അറിയാം. കാണാത്ത സാധനം വരുമെന്ന് അറിയാം. ആദ്യമായിട്ട് കേൾക്കും ഞാൻ. അങ്ങാട്ട് വന്നിട്ട് കാണാലോ നമുക്ക്. അതിന്റെ സമാധാനം. അത്ര കാലായി കാണാതെ പിള്ളേർക്ക് ഒന്നും കൊണ്ടുവന്നിട്ടേ ഒന്നും കൊണ്ടുവന്നിട്ടൊന്നുമില്ല. ഇത് കൊണ്ടുവരാനാണ് ഞാൻ. എന്നാലും പിള്ളേർക്ക് എന്തെങ്കിലും കൊണ്ടുവരേനുപ്പാ. ആ കുഞ്ഞു മക്കൾക്ക് എന്തെങ്കിലും ഒരു സാധനം, ഒരു പെന്നോ പെൻസിലോ ഒരു കളി സാധനോ ഒരു 4 മുട്ടയ്യനും കൊണ്ടുവന്നൂടെ നമുക്കില്ലേ പോട്ട്. അല്ല നമ്മളോട് ഇപ്പം കൊണ്ടുവന്നില്ല. സ്കൂളിൽ പോയിട്ട് ആകുമ്പോൾ പിള്ളേർ അച്ഛൻ മരുന്നാ കൊണ്ടുവന്നെന്ന് ചോദിക്കുമ്പോൾ കുട്ടിയൊക്കെ എന്ത് വിഷമല്ലേ അതല്ലോ. അല്ല കപ്പയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ കൊടുത്തേക്കുന്നുണ്ട്. അങ്ങനെയായിട്ട് നല്ലൊരു പിള്ളേർക്ക് സന്തോഷമായി. എന്നാലും ഇതൊരു നമുക്കായാലും അങ്ങനെയാണിപ്പ. അല്ലാണ്ട് ഇനി എന്തോ ആയിട്ട് ഒന്നും ഇല്ലാണ്ട് എത്തിയില്ലേ? അതന്നെ പണിയില്ലെങ്കിൽ സാറില്ല പണിയില്ലപ്പ നാട്ടിലെന്തെങ്കിലും പണിയെടുത്തൂടെ? രണ്ടാളും കൂടെ പണിയെടുത്താല് ബുദ്ധിമുട്ട്. അതെല്ലാം പണിയുണ്ട്. മുട്ടായി കൊണ്ടുവന്നിട്ടാണ് വെച്ച് ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഇതിപ്പോ അനക്ക് തിന്നാൻ കഴിയാ? കൊടുത്തു കുട്ടിയല്ലാത്ത മുട്ടായി പാക്കറ്റ് ഉണ്ടോന്ന് പറയാനില്ല. ഇപ്പം ഒരു പാക്കറ്റ് കൊണ്ടുവച്ചതാണ്. അതിന്റെ അകത്ത് കുറച്ച് പിള്ളേർക്ക് കൊടുത്തിട്ട് അവിടെ വെച്ചാണ്. പിള്ളേർക്ക് സന്തോഷമായില്ലേ? കുട്ടിയൊക്കെ കൊണ്ടുവന്നില്ലേ? കാണാറില്ല. അല്ല ഒരു പാക്കറ്റാ കൊണ്ടതിന്. എന്നിട്ട് പിള്ളേർക്ക് കൊടുത്ത് 2-3 അഞ്ചനാടെ വെച്ചാണ്. ഇനിയിപ്പം അതിന്റെ അകത്ത് പിന്നെ കപ്പല് കൊണ്ടുവരുന്നതിന്റെ അകത്ത് ഇനി മാലാവും കൊണ്ടുതന്നെയാ? മാലയാ മാല കൊണ്ടുവരുന്ന ഇത് പണ്ടേ വെച്ചുള്ളേ ഗ്യാരണ്ടിയാന്നേ മാല. സാറില്ല ഈ നാട്ടിൽ എന്തെങ്കിലും നല്ല മനസ്സപ്പരായിട്ട് പണിയെടുത്തിട്ട് രണ്ടാളും നല്ല ഇതാകും. ഇപ്പൊ എല്ലാവരും അങ്ങനെയല്ലേ? എല്ലാം പോയിട്ടല്ലോ എന്നാ പറയണ്ടത്. വന്നിട്ടും പോയിട്ടും ആയിട്ട് ജനങ്ങൾ കാണുന്നില്ലേ? നാട്ടിൽ നിർത്തിയില്ലേ? അത് പോയാലും കുഴപ്പമില്ല. നല്ല ഇതായിട്ട് മനസ്സപ്പരായിട്ട്. അമ്മ അറിഞ്ഞാൽ ഇപ്പൊ അതിന്റെ അപ്പുറം ഇരിക്കും. എനിക്ക് ഇന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുള്ള കുഴപ്പമിരിക്കും. അമ്മയോട് പറയണ്ട പണിയെല്ലാം ഇല്ലാണ്ടാ വന്നിരുന്ന. അതിനും വലിയ ടെൻഷനാവും. വയസ്സായ ആളാണ്. എന്നെ കൊണ്ടുവന്നിട്ടാകുമ്പോ വിളിച്ചാൽ മതി, പറഞ്ഞാൽ മതി. എന്നാ കൊണ്ടുവന്നേ പോയെന്ന് കളി വിളിച്ചിന് വരാൻ ഒരു മുട്ടായി കുട്ടിയൊക്കെ ഒന്നാടിയിട്ട് തോന്നുന്നു. അത് ഒന്നും ഉപയോഗിച്ച് കിട്ടും. സന്തോഷത്തോടെ വന്നോട്ട്. എന്നാ വന്നിട്ടാകുമ്പോ വിളിക്കും കേട്ടാ. എന്നാ നമുക്ക് പോകാല്ലേ? എന്നാ പോകാം. ഈ ബസ്സിനെ പോയാല് വേഗം എത്തിയില്ലേ? എത്തി. കാണാൻ വരുമ്പോ പോകാൻ ഇല്ലാണ്ടായി പോയില്ലേ? മഴയുമല്ലേ? മഴ കാണും. നല്ല എന്താ പറയേണ്ടത്? മഴയോട് നമ്മളെ കാണാൻ ഓർമ്മയില്ലേനാ നമ്മള് വരുന്ന പറഞ്ഞിട്ട് പോയി വിട്ടത്. ഓർമ്മയില്ലെങ്കിൽ വിളിക്കുവാണേ. പാവം വിളിച്ചില്ലേ? നമ്മള് വരുമ്പോ ഉണ്ടാവിടാ. അതാ പറയുന്നത്. എന്തോ ആയിക്കോട്ടെ. സ്നേഹബന്ധത്തിനൊരു ഇതുമില്ലല്ലോ. അതെ വിളിച്ചിനപ്പാ. വിളിച്ചോണ്ടല്ലേ നമ്മള് വന്നത്. ചായ വേണ്ടേ? ആ ചായ വന്നേ. ഇതെന്താണ് സാധനം? വൈനിയാണ്. ഇങ്ങനത്തെനാ? വൈന. അതെയാ? ഇങ്ങനത്തെ ഇതുവരെ കണ്ടില്ല. ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടില്ല. അതെയാ? നല്ല കുട്ടികളുണ്ട്. നല്ലത് ഇരുന്ന് ഇടം വെക്കും. ഞാൻ പിന്നെ ഇത് ഇപ്രാവശ്യം ചെറുതാണ്. നല്ല വെയിലല്ലേ? മഴ 2-3 കുട്ടികളുണ്ടാവും. എന്നാ പോയത് പിന്നെ വിത്തുമണി കൊടുത്തു. അതൊരു പായോ ഒന്നായിട്ട് ഒന്നനക്കതാണ്. നല്ല അന്റെ അടുത്ത് നിനക്ക് വേണ്ട. അതെയാ? പിന്നെ ഒന്ന് മതി. എന്നാ അന്ന് വിളിക്കണ്ട. ഒന്നും വേണ്ട. നമുക്ക് ചായ മാത്രം മതി. കടിയൊന്നും വേണ്ട. എന്നാ പിന്നെ ഒരു ദിവസം പാലും. പിന്നെ ഒരു ദിവസം വരാം. മധുരപാടാണ്. മധുരൂടലേ ഇല്ല. ഷുഗറുണ്ടാ? ഒരു പോങ്ങി ഉണ്ടാവും ഗുളിക ആശുപത്രി പോയിട്ടാകുമ്പോ. വീട്ടില് പണിയില്ല. പണിയില്ലാണ്ടൊന്നുമില്ല. പിള്ളേരെ വിളിക്കില്ലേ? വിളിക്കുമല്ലോ ചെയ്യണ്ട. നിങ്ങൾക്ക് രണ്ടാക്കും വിഷമൊന്നുമില്ല. ഇപ്പൊ പിള്ളേരെല്ലാം വായിക്കുകയും ചെയ്യും ദൈവം ചെയ്യും. എന്നാലും കൊറേ കഷ്ടപ്പെട്ടില്ലേ? കൊറേ കഷ്ടപ്പെട്ടിനപ്പാ. എനിക്ക് അങ്ങനെയല്ലേ പണമുണ്ടാവും കുറച്ച് കഴിയിട്ട്. കുട്ടികളെല്ലാം വലുതായിട്ട് കേട്ടാ. സുഖമുള്ളതുകൊണ്ട് പറയുന്നതല്ല. എനിക്കൊരു കടലിനോട് നമുക്കൊരു വിഷമമില്ലേ? ചെറുപ്പത്തിൽ അങ്ങനെ പോറ്റിയതാ നമ്മള്.
നല്ല എന്നാ പറയണ്ട ആ ഒരു സ്നേഹം ഒന്നും പറഞ്ഞാൽ അറിയില്ല. അതെ അതല്ലാതെ അല്ല എപ്പം പറയൂ. അതെ ഏട്ടൻ പൊങ്ങന്മാരെ കഥ പറയും. അങ്ങനെയാണ് നമ്മളൊരു പാത്രത്തിൽ വയറ്റുന്നതാണ് ഞങ്ങൾ. എനിക്ക് 2 പൊങ്ങന്മാർ തന്നെ കഴിഞ്ഞിട്ടാണ് പഴയൊന്നും തരാൻ കഴിയാതെ കുറേ സാരമില്ല, തെരുവൊന്നും വേണ്ട, സ്നേഹം മതി. ഇല്ലെങ്കിൽ ഇപ്പൊ നിന്നെ വിളിക്കണ്ട നമ്മളല്ലേ വിളിച്ചത്. അതെ അന്നേ വിളിച്ചു ഞാൻ. അപ്പൊ ആ സ്നേഹബന്ധം തന്നെയാണ്. നിങ്ങാട്ട് ഒന്നും ഇതാവൊന്നും വേണ്ട കേട്ടോ, പടിയില്ല ഞാൻ വെച്ചിട്ട് കലമ്പൊന്നും കഴിയൊന്നും ചെയ്യണ്ട. കലമ്പൊന്നും കഴിയുമ്പോ എന്തിനാ കലമ്പ് ഒരു വഴി ഉണ്ടാവും. കൂട്ടൊന്നും വേണ്ട, അതൊന്നും ഒരു പണി രണ്ടാക്കും പണിയായി എടുത്താല് സുഖമായി ജീവിക്കാം. കലമ്പം കൂട്ടൊന്നും നമ്മള് വരട്ടെ. പിന്നെ പറഞ്ഞിട്ട് ഞാൻ വിളിക്കാം. സാധനം പതിച്ചാകുമ്പോ ഇതിനെ പോയി എടുത്തിട്ട് തിരികെ പോവാം. പറഞ്ഞേ വന്നിട്ടാ കേട്ടാ. ഇതൊരു ദിവസം വരാൻ പറ. വരൂ. രണ്ടാളും കൂടി പോയി വരാം. പിള്ളേരെല്ലാം കൂടി എല്ലാരെയും കാണാനോ. അമ്മേനും കാണണ്ടേ? എല്ലാരും അമ്മയോട് പണിയില്ലാന്നൊന്നും പറയണ്ട. അതൊന്നും പറയില്ല. അത് പറഞ്ഞാ പിന്നെ അവിടെ അതെ ടെൻഷനേക്കും.